അപ്പോൾ നമ്മുടെ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അരി കഴുകി എടുത്തിട്ടുണ്ട്. സാധാരണ ചോറ് വെക്കുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. ജയ റൈസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മട്ട റൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളിവിടെ ഒരു കപ്പ് അളവ് വെച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു പ്രഷർ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. പ്രഷർ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒരു കപ്പ് അരി എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ചെറുപയറാണ് എടുക്കുന്നത്. ചെറുപയർ കുതിർത്തിയിട്ടൊന്നുമില്ല, ഡയറക്റ്റ് കഴുകി എടുത്തത് തന്നെയാണ്. കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ അരിക്ക് വേവ് ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ വെന്ത് വന്നോളും. അങ്ങനെ കഴുകിയെടുത്തിട്ടുള്ള ഒരു 1/4 കപ്പ് ചെറുപയറൂടെ ഈ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അരി എടുക്കുന്നതിൻ്റെ 1/4 ഭാഗമാണ് കേട്ടോ ചെറുപയർ. പിന്നെ നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 6 ചെറിയുള്ളി ഒന്ന് ചെറുതായി മുറിച്ചെടുത്തതാണ്. ചെറിയുള്ളി ഒരുപാട് ചെറുതാവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയുള്ളി 2-3 പീസാക്കി ഇട്ടാൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവ ചേർക്കുമ്പോഴാണ് ഈ കഞ്ഞിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് വരുന്നത്. നല്ല ടേസ്റ്റ് തന്നെയാണ് ഉലുവ ചേർക്കുന്ന സമയത്ത്. ഉലുവ ഒരുപാട് കൂടി പോകണ്ട, ചിലപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റൊക്കെ വരും. 1/2 ടീസ്പൂൺ കറക്റ്റ് തന്നെയായിരിക്കും. ഇനി ഇതിലേക്കൊരു 3 വറ്റൽമുളകാണ് ചേർക്കുന്നത്, ചുവന്ന മുളക്. അപ്പോൾ മുളക് എടുക്കുന്ന സമയത്ത് കൈകൊണ്ട് മുറിച്ചിടുകയൊന്നും വേണ്ട, ഡയറക്റ്റ് അങ്ങനെ ഇട്ടാൽ മതി. കാരണം മുളക് മുറിച്ചിട്ട് കഴിഞ്ഞാൽ കഞ്ഞിക്ക് ഒരുപാട് എരിവ് കൂടിപ്പോകും. ഈ മുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കഞ്ഞിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് അരി എടുക്കുന്ന സമയത്ത് ഒരു 6 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട്. ചെറിയ പ്രഷർ കുക്കർ ആണെന്നുണ്ടെങ്കിൽ 6 കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ ചിലപ്പം പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട് വിസിലിൻ്റെ പുറത്തിലൂടെ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് തിളപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് പ്രഷർ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സാധാരണ കഞ്ഞി വെക്കുന്ന പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ എങ്ങനെയാണ് കഞ്ഞി വെക്കുന്നത് അതുപോലെ തന്നെ അടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിൻ്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമ്മൾ പ്രഷർ കുക്കർ അടച്ച് വെച്ച് ആദ്യം ഒരു 2 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കംപ്ലീറ്റ് പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യണം. അപ്പോഴായിരിക്കും കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ടാവുക. പിന്നെ ഓരോ എടുക്കുന്ന അരിക്കനുസരിച്ചും വേവിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിക്കനുസരിച്ച് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ പ്രഷർ കുക്കറിൽ എപ്പോഴും കഞ്ഞി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, വിസിലിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ കഞ്ഞിയുടെ അരി അതുപോലെ തന്നെ പയറൊക്കെ വന്ന് ചിലപ്പോൾ ഇങ്ങനെ അടിഞ്ഞ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. വിസിലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ. കഞ്ഞി വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പ്രഷർ കുക്കറിൽ കഞ്ഞി വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കഞ്ഞി വിസിലൊക്കെ വന്നു കഴിഞ്ഞ് കറക്റ്റ് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നോക്കുക വേവ് കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വേവിച്ചാൽ മതി. പിന്നെ നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ കഞ്ഞിക്ക് കുറച്ചൊരു കൊഴുപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ സമയത്ത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കഞ്ഞി കുടിക്കുന്ന സമയത്ത് സെർവ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രഷർ കുക്കറിൽ കഞ്ഞി വെക്കുന്ന സമയത്ത് കഞ്ഞിക്ക് എപ്പോഴും കുറച്ചൊരു കൊഴുപ്പ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ ഇറക്കി വെച്ച് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് കൊഴുപ്പ് കൂടിപ്പോവും. അപ്പോൾ ഇങ്ങനെ ആയതിനു ശേഷം ഇതിലേക്ക് കുറച്ചൊരു തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 1-2 മിനിറ്റ് തുറന്ന് വെച്ച് തിളപ്പിച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ കഞ്ഞൊരു സെർവിങ് ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കഴിക്കുന്നതിന് മുൻപ് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവി എടുത്തത്. പിന്നെ തേങ്ങയുടെ അളവ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ശരിക്കും തേങ്ങ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്താണ് ഈ കഞ്ഞിയുടെ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ നമ്മൾ ഇതിൻ്റെ സൈഡായിട്ട് 2 ചുട്ട പപ്പടം കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി വേണമെന്നുണ്ടെങ്കിൽ ചമ്മന്തിയും മീൻ വറുത്തൊക്കെ കഴിക്കാം. പക്ഷേ ഈ ഒരു കഞ്ഞിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ ഉലുവയൊക്കെ ഇട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ കഞ്ഞിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കുടിക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുക. കഞ്ഞി പയറെന്ന് പറയുമ്പം എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ളൊരു ഭക്ഷണം തന്നെയായിരിക്കും, ഒരു നാടൻ ഭക്ഷണമല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്